നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് പലകപ്പയ്യാനിയാണ്. പ്രസിദ്ധമായ ദശമൂലത്തിലെ ഒരംഗമാണ് ഈ പലകപ്പയ്യാനി. ആയുർവേദത്തിൽ ഇതിനെ നീര് വറ്റിക്കുന്ന ഔഷധമായും വാതത്തെ ഹനിക്കുവാൻ വേണ്ടിയും ഔഷധക്കൂട്ടുകളിൽ ഉപയോഗിച്ചു വരുന്നു. ബിഗ്നോണിയേസേ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഓറോക്സൈലം ഇൻഡിക്കം എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ശ്യോനാഗ, ശോഷണ, ദീർഘവൃന്ദ, ഡുണ്ടുക എന്നൊക്കെയാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈർപ്പവും മഴയും അധികമുള്ള വനങ്ങളിലാണ് ഇത് കൂടുതലായി കാണാറുള്ളത്. 15 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ഈ പലകപ്പയ്യാനി. ഇതിൻ്റെ ഇലകൾ സമുഖമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അഗ്രത്താണ് പുഷ്പമഞ്ജരി, ഏകദേശം 1.5 സെൻറ്റിമീറ്ററോളം നീളത്തിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ പൂക്കൾ വളരെ വലുതും മാംസളവുമാണ്. ഇതിൻ്റെ ഫലം വലുതാകുമ്പോൾ അതിൻ്റെ ഒരു വശം പൊട്ടുകയും ചെയ്യാറുണ്ട്. പുഷ്പത്തിന് വളരെ രൂക്ഷമായ ഗന്ധമാണെങ്കിലും അത് ഹൃദ്യമാണ്. ഫലത്തിനുള്ളിൽ അനേകം വിത്തുകളുണ്ട്. വിത്തുകളുടെ 3 വശങ്ങളിലായി കടലാസ് പോലെയുള്ള ചിറകുകളും കാണാൻ സാധിക്കും. പലകപ്പയ്യാനിയുടെ വേരാണ് ഔഷധയോഗ്യമായ ഭാഗം. വേരിൻ്റെ പുറംതൊലി പച്ച കലർന്ന തവിട്ട് നിറത്തോടു കൂടിയതും അതിൻ്റെ ഉൾഭാഗത്തിന് ഇളം റോസ് നിറവുമാണുള്ളത്. ഇതിൻ്റെ വേരിന്മേൽ തൊലിയിൽ ഓറോക്സൈലിൻ എന്ന മഞ്ഞ നിറത്തിലുള്ളൊരു രാസഘടകം അടങ്ങിയിട്ടുണ്ട്. വാതവികാരങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന നീര്, നെഞ്ചുവേദന, അതുപോലെ വയറിളക്കം എന്നീ അസുഖങ്ങൾക്കാണ് പലകപ്പയ്യാനി കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ പലകപ്പയ്യാനി ദശമൂലത്തിലെ ഒരു അംഗ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാതശമനമാണ്. ഇതിട്ട് വെള്ളം തിളപ്പിച്ച് വേദനയ്ക്ക് വേണമെങ്കിൽ ധാര ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉപയോഗം ഈ വ്രണശോധന രോഗമാണ്. ഉണങ്ങാത്ത വ്രണത്തിൽ ഇതിൻ്റെ കഷായം ധാര ചെയ്തിട്ട് ശുദ്ധിയാക്കിയിട്ട് വേണം ഈ ഔഷധം വയ്ക്കാൻ. അങ്ങനെ 2 ഉപയോഗം. പിന്നെ ഈ ദശമൂലത്തിൻ്റെ ഉപയോഗം, ദശമൂലാരിഷ്ടം, ദശമൂലം കഷായം, ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പലകപ്പയ്യാനി വേണം. പിന്നെ ഈ നീരും വേദനയുള്ള സമയത്ത് ഇതിൻ്റെ ഈ ഇല അല്ലെങ്കിൽ സമൂലം എടുത്തിട്ട് ഒരു എണ്ണ കാച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ അത് കുറയും.